നട്ടപ്പാതിരേക്ക് ഒരു വീഡിയോ ചെയ്യുമ്പം അതിന് എന്ത് വിഷയം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്നലത്തെ പത്തനംതിട്ടയിലെ വിഷയം നടന്നത്. കേരള സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ച വാർത്ത വന്നതുമെല്ലാം ചിന്തിച്ചതും അറിഞ്ഞതും. 13കാരിയായ ഒരു പെൺകുട്ടിയെ സഹപാഠികൾ 10 പേര് കൂടി പീഡിപ്പിച്ച ഒരു വാർത്ത വന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? കൂടെ പഠിക്കുന്ന സഹപാഠികൾ, അതിലൊരാള് ഒരു പെൺകുട്ടി. ഈ വാർത്ത കേട്ടിട്ട് ഞെട്ടിപ്പോയി. എന്തു പറ്റി കേരളത്തെ സമൂഹത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലയിൽ കൂടെ പോകുന്ന വഴിക്കാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ വാർത്ത വ്യാജമാണെന്ന് വരുന്നത്. ആ വാർത്ത വ്യാജമാണെന്ന് പറയുമ്പോൾ തന്നെ ആ 10 കുട്ടികൾ അവർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ആ 10 കുട്ടികൾ പ്ലസ് അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ നാട്ടിലുള്ള ആളുകൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ആ 10 കുട്ടികളുടെയും പേര് പുറത്തേക്ക് അറിഞ്ഞിട്ടുണ്ടാകും. അതിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥയോ എന്താണേലും ആ ന്യൂസ് നമുക്കൊന്ന് നോക്കാം. എഫ്ഐആർ പോകുന്നത് പത്തനംതിട്ടയിലെ വ്യാജ പോക്സോ കേസിലേക്ക് തന്നെയാണ്. ആ പരാതിക്ക് പിന്നിൽ 13കാരിയുടെ പ്രണയ നൈരാശ്യമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 10 പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയെന്ന മൊഴിയെ തുടർന്നായിരുന്നു സഹപാഠികൾ ഉൾപ്പെടെ പ്രതിയാക്കിയത്. അതിനിടെ ഹൃദ്രോഗിയായ യുവാവിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വൈദ്യപരിശോധനാ ഫലമാണ് നിർണായകമായത്. പീഡനത്തിന്റെ ഒരു തെളിവും കിട്ടിയില്ല. ഇതോടെ പോലീസ് വെട്ടിലായി. കേസിൽ പ്രതിചേർത്തവരിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച 6 പേരെ ഉടനടി വിട്ടയച്ചിരുന്നു ഇന്നലെ. പോലീസ് വീണ്ടും മൊഴിയെടുത്തതോടെ കെട്ടുകഥയെല്ലാം പൊളിഞ്ഞു. ആരും പീഡിപ്പിച്ചിട്ടില്ലെന്ന് മജിസ്ട്രേറ്റിന് മുന്നിലും പെൺകുട്ടി മൊഴി നൽകി. വ്യാജ മൊഴി നൽകാൻ കാരണം പ്രണയ നൈരാശ്യമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഭാഷ്യം. പ്രേമം പൊളിഞ്ഞതിന്റെ കലിപ്പ് സഹപാഠിയോടും മറ്റുള്ളവരോടും തീർത്തു അത്രേ. കേസിൽ പ്രതിയായവരിൽ 13കാരിയുടെ സഹപാഠിയായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഉൾപ്പെടെ എല്ലാവരെയും ഇനി കേസിൽ നിന്ന് ഒഴിവാക്കാൻ നടപടിയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 13കാരിയായ പെൺകുട്ടിക്ക് ഏതോ ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയി. 13ാം വയസ്സിൽ പ്രണയം നഷ്ടപ്പെട്ടതിന്റെ പക, അതായത് തേപ്പ് കിട്ടിയതിന് പക വീട്ടിയത് 10 സഹപാഠികൾ, കൂടെ പഠിക്കുന്ന 10 എണ്ണത്തിനുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം, ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുത്ത് ഓടുന്നതിന്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതെല്ലാം പോക്സോയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളും 13 വയസ്സിന്റെ സഹപാഠികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും 13കാര ആണ്, ജുവനൈൽ ആക്ടിന്റെ ഒക്കെ അണ്ടറിൽ വരുന്ന കാര്യവുമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുത്ത് പോകുന്ന ഒരു കാര്യമാണ് ഈ പോക്സോയുടെ ഒരു ശരിയാണ്, പോക്സോയുടെ ആക്ടും കാര്യങ്ങളും എല്ലാം വളരെ വളരെ നല്ലതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു പോക്സോ കേസ് എന്ന് പറയുമ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദ്യമേ തന്നെ ആരെയാണോ സംശയിക്കുന്നത് ആളെ അന്നേരം തന്നെ പൊക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യവുമില്ല, പറച്ചിലുമില്ല, പിടിച്ചോണ്ട് പോവുക, പിന്നെ 90 ദിവസം ജയിലിൽ, അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്താണെങ്കിലും അതൊരു 90 ദിവസം അല്ലെങ്കിൽ പോക്സോ കേസിൽ പിടിയിലാകുന്ന ഒരാൾ, പ്രതിയാണെന്ന് കരുതി പിടിയിലാകുന്ന ഒരാൾ പിന്നീട് പ്രതിയല്ല എന്ന് അറിയുമ്പോൾ ആ വാർത്ത കേൾക്കാനോ കാണാനോ ആരും ഉണ്ടാവില്ല. പകരം ഒരു പ്രതിയെ കിട്ടി എന്ന് പറയുമ്പോൾ പിന്നെ അവനെ കുറിച്ചുള്ള ചർച്ചകളായി, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നശിപ്പിക്കുകയാണ്. ശരിയാണ്, 90% കേസുകളും പോക്സോ കേസ് പറയുന്ന പോലെ തന്നെ ശരിയായിരിക്കാം. പക്ഷെ ഒരു 10% കേസുകൾ, ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുനിന്ന് പോക്സോ കേസിൽ നിന്ന് ഊരിപ്പോയ കേസുകളുണ്ട്. അതായത് തെളിവില്ല, നിരപരാധിയാണെന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള തെളിവ്, നിരപരാധിയാകാനുള്ള തെളിവുകൾ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിരപരാധിയാകുന്ന സമയങ്ങളിൽ ഇതാരും അറിയുന്നില്ല. പകരം അവൻ വഴിയെ കൂടെ പോകുമ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും ഇത് അവനല്ലേ, മറ്റേ പണ്ട് ആ കേസിൽ പിടിച്ചവനല്ലേ എന്നുള്ള വാർത്ത മാത്രമേ എല്ലാവരുടെയും മനസ്സിൽ കൂടെ പോകത്തുള്ളൂ. ഈ 13ാമത്തെ വയസ്സിൽ, ഇപ്പം ഈ ഒരു പത്തനംതിട്ടയിലെ വിഷയത്തെക്കുറിച്ച് തന്നെ പറയാം. 13ാമത്തെ വയസ്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രണയം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ പെൺകുട്ടി അതാരാണെങ്കിൽ പോലും ആ കേസ് കൊടുത്ത ആള് എന്ത് സൈക്കോ മൈൻഡ് ആയിരിക്കും അല്ലേ, ഇത്ര ചെറുപ്രായത്തിൽ. അതായത് 13ാം വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏകദേശം 8, 9 അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ക്ലാസ്സുകളിൽ, ആ സമയങ്ങളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പഴയ കാലത്തിൽ, ഇപ്പോഴത്തെ കാലമല്ല, പഴയ കാലത്തിൽ സ്കൂളിൽ പഠന കാര്യങ്ങൾ, പിന്നെ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രിൽ പീരീഡ് അല്ലെങ്കിൽ ഒരു കളിക്കാൻ വിടുന്ന ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയം, ആൺകുട്ടികളാണെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അതിൽ ഇടപെടുകയും പെൺകുട്ടികൾ അതുപോലെ തന്നെ പഴയ കാലത്ത് അവരുടേതായ കളികൾ, ഗ്രൗണ്ടിലുള്ള കളികളെല്ലാം അങ്ങനെ പോകും.
ആ ഒരു രീതി പോകുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് സ്കൂളുകളിൽ നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെറു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിന് ശേഷം സ്പോർട്സ് ആക്ടിവിറ്റീസ് അവരുടെ ആ ഒരു പീരീഡ്, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ എന്നാ പറയുന്നത്, ഒരു ഡ്രിൽ പീരീഡ് വരിക, ഒരു PT പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് എങ്ങനെയാലും PT പീരീഡ് എന്ന് പറയുമ്പോൾ അത്ര എക്സൈറ്റഡ് ആണ്. കാരണം അന്നേരം മറ്റേ അവിടെ പോയി PT സാറിന്റെ അടുത്ത് പോയി പന്ത് മേടിച്ചുകൊണ്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുക. ഇതുപോലെ തന്നെ പെൺകുട്ടികൾക്കും കളിക്കാൻ എന്തുമാത്രം ഉപകരണങ്ങളുണ്ട്. അവർക്ക് സ്കിപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ആൺകുട്ടികൾ കളിക്കുന്ന പോലെ തന്നെ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാം. അങ്ങനെയുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓട്ടപ്പിടുത്തം, ചാട്ടപ്പിടുത്തം, അല്ലെങ്കിൽ പന്ത് കളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തലയിൽ കൂടെ പോകുന്ന പഠനത്തോടൊപ്പം തന്നെ. പിന്നെ കലാപരമായ കാര്യങ്ങൾ, അല്ലാതെ ഇതുപോലെ ഒരു പ്രണയം ഇത്രമാത്രം ടെറർ മൈൻഡിലേക്കൊക്കെ പോകുന്ന ഒരു അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൈൻഡിൽ പോകുന്നത്? ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രണയനഷ്ടം ഉണ്ടായിട്ട് അതിന് പക വീട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ ഈ 10 പേരുടെ ഇടയിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ ഇതൊരു എന്റേതായ വീക്ഷണത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. കാരണം എന്റെ വീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറകിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ആ 10 കുട്ടികൾ എന്ന് പറയുമ്പം 9 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമുണ്ട്. ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി എങ്ങനെ മറ്റൊരു പെൺകുട്ടീനെ ഈ പറയുന്ന രീതിയിൽ ഈ പീഡനം എന്ന് പറയുമ്പോൾ 9 ആൺകുട്ടികളുടെ പേരുടെ കൂടി ഒരു പെൺകുട്ടിയുടെ പേരൂടെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നുന്നത്. എന്റെ സംശയങ്ങൾ ഇതാണ്: എങ്ങനെ ഇത് സാധിക്കുന്നു, എങ്ങനെ ഇത് സംഭവിക്കുന്നു? ഈ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ഈ മാതാപിതാക്കളും ശ്രദ്ധക്കുറവുകൊണ്ടോ അധ്യാപകരുടെ ശ്രദ്ധക്കുറവുകൊണ്ടോ സംഭവിക്കുന്ന കാര്യങ്ങളാണോ? എന്താണ് ഇതിന് ഒരു കാര്യം പറയാം. ഇത് കുറേയും ഒക്കെ ഈ കൊറോണ സമയങ്ങളിൽ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൈകളിൽ കൊടുത്തത് വലിയൊരു ഉപകാരത്തിലും ഉപരി ഉപദ്രവമായി മാറിയ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഒന്നാമത് ഈ മൊബൈൽ ഫോണിൽ കൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന, പെൺകുട്ടികൾ യൂസ് ചെയ്ത് കണ്ടിരിക്കുന്ന സ്നാപ്ചാറ്റ് എന്ന് പറയുന്നൊരു സാധനം ഒരു സെക്യൂർഡ് ആയിട്ടല്ല ഉള്ള ഒരു ആപ്പേ അല്ല. പിന്നെ വാട്സപ്പ്, ഒരുപാട് വീഡിയോ കോൾ സംവിധാനങ്ങൾ, ഫെസിലിറ്റീസ്, ഇതിനകത്തു കൂടെ ഇതിൻ്റെ ദൂഷ്യ വശങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതായത് നമ്മുടെ ഒരു വളർന്നു വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി, എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്, നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാനുള്ളത്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി. ഇപ്പം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്, അങ്ങനെയുള്ള ചിന്തകൾ, വാശി, ഒരുപാട് ഘടകങ്ങളുണ്ട്. മാതാപിതാക്കളുടെ കൈകളിൽ പോലും കുട്ടികൾ നിൽക്കാത്ത ഒരു സാഹചര്യം, അത് കൃത്യമായ ശിക്ഷണത്തിലും ശാസ്ത്രത്തിലും വളർത്താത്തതിൻ്റെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ എത്രമാത്രം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരുടെ കയ്യിലാണ് കുട്ടികൾ. ആ സ്കൂളും ആ വീടും അതിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള പ്രണയങ്ങൾ, ചെറിയ ക്ലാസ്സുകളിലെ പ്രണയം, പക്ഷെ ഇത്രമാത്രം ഭീകരമായ രീതിയിലേക്ക് അതൊക്കെ പോകും എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ 10ാം ക്ലാസ്, പഴയ കാലത്തെ 10ാം ക്ലാസ്സിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകാൻ തോന്നുന്നില്ല. കാരണം പണ്ടത്തെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ള കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും നമ്മൾ കാണുന്ന സ്കൂളുകളിലെ കുട്ടികളൊക്കെ ഇപ്പോഴും ഈ പറയുന്നത് പോലെ ഇപ്പോഴും സ്റ്റിൽ സ്കൂൾ വിട്ടാൽ ഗ്രൗണ്ടിൽ കളിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ PT പീരീഡ് ഗ്രൗണ്ടിൽ കളിക്കുക, മറ്റ് പഠന കാര്യങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളുമുണ്ട്, ആൺകുട്ടികളുണ്ട്. ഇപ്പം കുറച്ചായിട്ട് പെൺകുട്ടികളും അല്പം കുരുത്തക്കേടുകൾ കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ മെത്ത്, MDMA പോലുള്ള സാധനങ്ങൾ ഇറങ്ങിയ ശേഷം അത് കുട്ടികളുടെ ഇടയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതിനെതിരെ തൂഫാൻ വന്നത് നന്നായി. തൂഫാൻ വളരെ ശക്തമായിട്ട് പോകുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളും പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഈ ലഹരി കച്ചവടം കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. മൊത്തത്തിൽ തൂഫാൻ വന്ന് തൂക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് തെന്നി പോകുന്നു. ഈ ഒരു 13 വയസ്സുകാരി പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ 10 പേർക്കെതിരെ കൊടുക്കുകയും അതിൽ ഒരു ആൺകുട്ടിക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെയാണ് ഈ എന്താ പറയുന്നത്, കാള പെറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന സ്വഭാവം അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതിൽ ആൺകുട്ടി 20 വയസ്സുള്ള ഒരാൾക്കിട്ട് ആടെ പോലീസുകാരുടെ മർദ്ദനം ഉണ്ടായെന്ന് പറയുന്നു കേൾക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി എന്തോ ഹാർട്ടിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ ഒരു പയ്യനിട്ട്. പക്ഷെ അതൊക്കെ വളരെ മോശമാണ്. ഈ പീഡന കേസുകളിൽ പ്രത്യേകിച്ച് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിശക്തമായ തെളിവുകൾ, അല്ലെങ്കിൽ നല്ല തെളിവുകൾ ഉള്ള സാഹചര്യത്തിൽ വേണം ഈ പറയുന്ന അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടായി.
ശരിയാണ്, ചില സാഹചര്യങ്ങളിൽ തെളിവുകൾ ഉണ്ടാകില്ല, ചോദ്യം ചെയ്യൽ തന്നെ വേണ്ടി വരും. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ 10 പിള്ളേരും നിരപരാധികളാന്ന് പറയുന്നു. അപ്പോൾ അവിടെ നാണക്കേട് ആർക്കാണ് ഉണ്ടായത്? ആ 10 കുട്ടികളുടെ മാതാപിതാക്കൾക്കും ആ കുട്ടികൾക്കുമാണ്. അവരിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും ആ കുട്ടികൾ നിരപരാധികളാണെങ്കിൽ അത് മാധ്യമങ്ങൾ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ ശക്തമായിട്ട് കൊടുക്കണം, അവർ നിരപരാധികളാണ് എന്നുള്ളത്. കാരണം അവരുടെ ഭാവിയെ ബാധിക്കരുത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്, 13 വയസ്സുള്ള കുട്ടികൾ. ഒരു പെൺകുട്ടി ചെയ്ത തെറ്റിന് മറ്റ് 10 പേര് ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ തലയിലേക്ക് പഴിചാരി അവര് പീഡിപ്പിച്ചു എന്ന് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിരിക്കുന്ന പോലെ തല്ലി കുത്തി പിച്ചി എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളല്ല ഇത്. ഇത് പീഡന കേസാണ്, ഒരു പോക്സോ കേസാണ് സംഭവിച്ചത്. അതുവഴി ആ കുടുംബങ്ങൾക്കുണ്ടായ നാണക്കേട്, ഇതിനൊക്കെ ആരുത്തരം വരും? എല്ലാവരും വിരൽ ചൂണ്ടും ആ 13 വയസ്സുള്ള പെൺകുട്ടിയെ. പക്ഷെ ആ 13-കാരി ആ പെൺകുട്ടീനെ വിരൽ ചൂണ്ടുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തുള്ള കഥകളെക്കുറിച്ചും ചിന്തിക്കണം. ഈ കുട്ടി ഈ 10 പേർക്കെതിരെ കൊടുക്കാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഇത് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിന്റെ കേസ് ഫയൽ ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ അത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു ആശങ്ക, ആ 10 കുട്ടികൾ അവർ നിരപരാധികളാണ് എന്നറിഞ്ഞപ്പോൾ നമുക്കുള്ള ഒരു സന്തോഷമുണ്ട്. കാരണം പിന്നെ ഒരു ആശങ്ക എന്ന് പറയുന്നത് അവർക്ക് ഭാവിയിലേക്ക്, അവരുടെ ആ ഒരു ചെറിയ പ്രായമാണ്, ആ ഒരു ഭാവിയിൽ പിന്നെ അവർക്കൊരു ട്രോമയായിട്ട് അവരെ ഇങ്ങനെ ഒരു കേസിൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പോക്സോ എന്നോ അല്ലെങ്കിൽ പീഡന കേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ കേൾക്കും കാണും എന്ന് പറഞ്ഞ് ഇതിന്റെ തീവ്രത അറിയണമെങ്കിൽ ഇവർ മുന്നോട്ട് കുറെ പ്രായം എത്തിക്കുമ്പോൾ, അതായത് ഓരോ പ്രായം കഴിയുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം കാര്യങ്ങൾ, ഇതിനൊക്കെ ആരുത്തരം പറയും? എന്താണെങ്കിലും അവിടെ ആ ഒരു 13-കാരി പെൺകുട്ടി ചെയ്ത കാര്യത്തിന് ആ ഒരു തെറ്റ് അത് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഇവരൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മനക്കെട്ടി എന്ന് പറയുന്ന സാധനമില്ല, എടുത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. മാത്രമല്ല പൊതുവായിട്ട് എനിക്ക് പറയാനുള്ള ഈ കേസുകൾ, ഇങ്ങനെയുള്ള പീഡന കേസ്, പീഡന ആരോപണങ്ങൾ, പോക്സോ പോലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ടും ഒരു അന്വേഷണം ഉണ്ടാകാതെ ചാടിപ്പിടിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞില്ലേ 90% കേസുകളും ശരിയായിരിക്കും, പക്ഷെ ഒരു 10% ആളുകൾ നിരപരാധികളാകാനുള്ള എല്ലാ വഴികളും, എല്ലാ ചാൻസും ഉണ്ട്. കാരണം അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, അവർക്കെതിരെ തെളിവുകളില്ല, അവർ ചെയ്തിട്ടില്ല എന്നുള്ള വ്യക്തമായിട്ട്. മാത്രമല്ല കേസ് കൊടുത്തവർ മാറ്റി പറഞ്ഞ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നിരപരാധികളായിട്ടുള്ളൊരു പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. ആ അകത്ത് കിടന്ന സമയങ്ങളിൽ അവർ അനുഭവിച്ച മാനസിക വിഷമം, അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരുടെ വായിൽ നിന്ന് ഇവനാ പണ്ട് ആ കേസിൽ കുടുങ്ങിയവനല്ലേ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കാതെ കൃത്യമായിട്ട് അന്വേഷിച്ചും തെളിവുകൾ ശേഖരിച്ചും പറയുന്ന കാര്യങ്ങളിൽ കേസോ കാര്യങ്ങളോ എടുക്കുക. അല്ലെങ്കിൽ ഇത് ഒരുപാട് പേരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്.